السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين بإذن الله. أما بعد. الشمائل المحمدية ഓൺലൈൻ ക്ലാസ്സിലെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഷമായിൽ എന്നും എന്തിനാണ് നാം അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകൃതിയും പ്രകൃതിയും അവിടുത്തെ സൗന്ദര്യവും അവിടുത്തെ സ്വഭാവവും ഒക്കെ വിശദീകരിക്കുന്ന വിജ്ഞാന ശാഖയാണ് ഷമായിൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഷമായിൽ പഠിക്കുന്നതിൻ്റെ ഉപകാരങ്ങളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ഷമായിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാന്മാര് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മഹാനായിരിക്കുന്ന അബുൽ ബഖ്തരി റഹിമഹുല്ലാ സിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥം ആ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. അതേപോലെ ഇമാം അസ്ബഹാനി റഹിമഹുല്ലാ അഖ്ലാഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദാബു, അതേപോലെ അബുൽ അബ്ബാസുൽ മുസ്താഫിരി ഷമായിലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥം, ബഹുമാനപ്പെട്ട ഖാദി ഇയാള് കിതാബു ഷിഫ എന്ന ഗ്രന്ഥം, ഇബ്നു ജൗസി അൽ വഫാ ബി അഹ്വാലിൽ മുസ്തഫ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രചിച്ചിട്ടുണ്ട്. അതേപോലെ അബുൽ ഹസൻ അലീബിന് മുഹമ്മദ് എന്നവർ സിഫത്തുൻ നബി എന്ന ഗ്രന്ഥം, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ വറാഖ് അഖ്ലാഖുൻ നബി എന്ന ഗ്രന്ഥം തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നിലക്ക് വിശദീകരിക്കാൻ വേണ്ടി ഷമായിലുമായി ബന്ധപ്പെട്ട് രചിച്ചതായിട്ട് നമ്മൾ കാണാം. ഈ വിഷയം സംബന്ധമായി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ പിൽക്കാലത്തെ പണ്ഡിതന്മാരെല്ലാം അതിലേറ്റവും ആധികാരികമെന്നും അതിനേക്കാൾ അപ്പുറം ഏറ്റവും പഠനാർഹവും ബൃഹത്തും ക്രമപരമായും ഒക്കെ എല്ലാ നിലയിലും ഒത്തിണങ്ങിയ ഗ്രന്ഥമെന്ന് പിൽക്കാലത്തെ പണ്ഡിതന്മാരൊക്കെ സമ്മതിച്ചതും അംഗീകരിച്ചതുമായ ഗ്രന്ഥമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് മഹാനായിരിക്കുന്ന ഇമാം തുർമുദി റഹിമഹുല്ലാഹ് രചിച്ച അശ്ശമാഇലുൽ മുഹമ്മദിയ. ആ അശ്ശമാഇലുൽ മുഹമ്മദിയ ഇമാം തുർമുദി റഹിമഹുല്ലാഹയുടെ ആ ഗ്രന്ഥമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പേരിലും ഈ ഗ്രന്ഥം അറിയപ്പെടുന്നുണ്ട്. ഷമാഇലുൻ നബി, അതേപോലെ അശ്ശമാഇലുൻ നബവിയ, അശ്ശമാഇലുൽ മുഹമ്മദിയ തുടങ്ങി പല പേരുകളും ഈ കിതാബാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹിജറ 209 ജനിച്ച് ഹിജറ 279 വഫാത്തായ മഹാനായിരിക്കുന്ന ഇമാം തുർമുദി റഹിമഹുല്ലയാണ് ഈ ഗ്രന്ഥം രചിച്ചത്. തുർമുദി റഹിമഹുല്ലയെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് അദ്ദേഹം. പ്രസിദ്ധമായ സിഹാഉ സിത്തയിലെ പ്രധാന ഒരു ഗ്രന്ഥം ജാമിഉ തുർമുദി, ആ ഗ്രന്ഥത്തിന്റെ മുസന്നിഫാണ് മഹാനായ ഇമാം തുർമുദി റഹിമഹുല്ലാഹ്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഷമായിലുമായി ബന്ധപ്പെട്ടിട്ട് രചിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും ശേഷം വന്നവരൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപാട് എഴുതിയതുമായ ഗ്രന്ഥം ഷമായിലുൽ മുഹമ്മദിയാണല്ലോ. പിൽക്കാലത്തെ പണ്ഡിതന്മാര് ഇതിനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം സംബന്ധമായി ഇമാം തുർമുദി റഹിമഹുല്ലാഹ് എഴുതിയ
ഈ ഗ്രന്ഥത്തെ ഒരുപാട് ആൾക്കാർ പുകഴ്ത്തി പറയുന്നതായിട്ട് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ കാണാം. ഇമാം ഇബ്നു കസീർ അദ്ദേഹം പറയുന്നുണ്ട്, ഖദ് സന്നഫൻ നാസു ഫീ ഹാദ, ശമായിലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഖദീമ വ ഹദീസ, പണ്ടും ഇപ്പോഴൊക്കെ. കുതുബൻ മുഫ്രദൻ വൈറ മുഫ്രദ, അത് ശമായില് സ്വന്തമായി അത് മാത്രം തിരഞ്ഞെടുത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മറ്റ് ഹദീസുകളുടെ കിതാബുകളുടെ ഉള്ളിൽ ഈ വിഷയം ഉൾക്കൊള്ളിച്ചിട്ട് മറ്റ് ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയും രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ശമായിലുമായി ബന്ധപ്പെട്ടിട്ട് രചിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ എന്നവർ പറയുന്നു, വമിൻ അഹ്സനി മൻ ജമഅ ഫീ ദാലിക ഫഅജാദ വഅഫാദ അൽ ഇമാം അബു ഈസ മുഹമ്മദ് തുർമിദി റഹിമഹുല്ലാഹ്. ആ രചിച്ച ഗ്രന്ഥങ്ങളിൽ ആ സമാഹരിച്ച ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉഷാറുള്ളത്, ആധികാരികമായത്, ജനങ്ങൾ ഏറ്റെടുത്തത് ഇമാം തുർമുദി റഹിമഹുല്ലാഹ് രചിച്ച ഗ്രന്ഥമാണ് എന്ന് ഇമാം ഇബ്നു കസീർ എന്നവർ പറയുന്നുണ്ട്. അതേപോലെ ഇമാം മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിനൊരു ശറ എഴുതിയിട്ടുണ്ട്. പറയുന്നുണ്ട്, വമിൻ അഹ്സനി മാ സന്നഫ ഫി ശമാഇലിഹി വ അഖ്ലാഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബ് തുർമിദി അൽ മുഖ്തസർ അൽ ജാമിഇ ഫി സീറത്തിഹി അലാ അഹ്വാലി അതം. ഈ വിഷയം സംബന്ധമായി റസൂലുള്ളാഹിന്റെ ശമാഇൽ, അഖ്ലാഖ്, അതിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉഷാറുള്ള ഗ്രന്ഥത്തിൽപ്പെട്ടതാണ് ഇമാം തുർമുദി റഹിമഹുള്ളാഹിയുടെ ഗ്രന്ഥം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മനാവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ലം യഅതി അഹദും ബിമുമാസിലി വലാ മുശാബിഹിൻ സലക ഫീഹി മിൻഹാജൻ ബദീഅ. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവർ പറയുന്നു, ഈ ഇമാം തുർമിദി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ കൊണ്ടുവന്ന കിതാബ് അതിനോട് തുല്യമായി, അതിനോട് കടപിടിക്കുന്ന ഒരു കിതാബ് വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം അതിൽ നല്ല ആശ്ചര്യകരമായിരിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഇമാമിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തില് ശമായിലുമായി ബന്ധപ്പെട്ട് ലോകം അംഗീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമിദി റഹിമഹുള്ളാഹിയുടെ അശ്ശമാഇലുൽ മുഹമ്മദിയ. ആ ശമാഇലുൽ മുഹമ്മദിയ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശമാഇലുൽ തുർമിദിക്ക് ഒരുപാട് ശറഹുകൾ പിൽക്കാലക്കാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ കിതാബും പരിചയപ്പെടുമ്പോൾ അത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരം എന്നുള്ള നിലക്ക് നമ്മൾ പറയാൻ, അല്ലെങ്കിൽ ഒരു പഠനം എന്നുള്ള നിലക്ക് നമ്മൾ പറയാനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് എഴുതിയ അഷ്റഫുൽ വസാഇൽ ഇലാ അഫമി ശമാഇൽ, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ശറഹ്. അതേപോലെ മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ലാഹ് എഴുതിയ ജമ്മുൽ വസാഇൽ ഫി ശർഇ ശമാഇൽ, ഇമാം ബാജൂരിയുടെ അൽ മവാഹിബുൽ ലദുനിയ അല ശമാഇൽ മുഹമ്മദിയ, ഇതൊക്കെ ഈ കിതാബിന്റെ പ്രധാനപ്പെട്ട ഷറഹാണ്. ഇതിലൂടെ ഈ ശമാഇലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകൃതിയും പ്രകൃതിയും സൗന്ദര്യവും. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും ബന്ധം പുലർത്തേണ്ടത് സൃഷ്ടികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണല്ലോ. അവൻ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അൻ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസിക്ക് ഏറ്റവും ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം, അവിടെ നിന്ന് അവിടുത്തെ സ്വഹാബാക്കൾ മനസ്സിലാക്കിയെടുത്ത് അവർ വിവരിച്ചു തന്ന ആ ആകൃതിയും പ്രകൃതിയും സൗന്ദര്യവും ഇതെല്ലാം പിൽക്കാലക്കാർക്ക് വേണ്ടി കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്.
അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അതാണ് അശ്ശമാഇൽ മുഹമ്മദിയിലൂടെ ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അശ്ശമാഇൽ മുഹമ്മദിയയിൽ 415ഓളം ഹദീസുകളാണ് ഉള്ളത്. അതില് പല ബാബുകളായി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ബാബുകളിൽ ചിലപ്പോഴൊക്കെ പല ഘട്ടങ്ങളിലും ആദ്യം പറഞ്ഞ ചില വിഷയങ്ങൾ പിന്നീടും എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് അവിടെ ഹദീസിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ മുടിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അതുമായി ബന്ധപ്പെട്ട ഒരു ബാബ് തന്നെ പിന്നീട് ഇമാം തുർമുദി റഹിമഹുല്ലാഹ് ബാബിട്ടിട്ട് തന്നെ പറയുന്നുണ്ട്. അതേപോലെ ചില ഹദീസിന്റെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി എത്ര നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയം തന്നെ പ്രത്യേകം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബാബിട്ടിട്ടും പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ആദ്യം വരുന്ന ഹദീസുകൾ കഴിവിന്റെ പരമാവധി അതുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലൊക്കെ നമ്മൾ പറയും. അപ്പൊ പിന്നെ അത് അതേ ഭാഗം തന്നെ ആവർത്തിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് വിശദീകരിച്ചു കൊള്ളുന്നില്ല. മുമ്പ് വിശദീകരിക്കാത്താണെങ്കിൽ അത് നമ്മൾ പറയും. പിന്നെ ചെറിയ രൂപത്തിൽ ശറഹുകളിലും അതിന്റെ ഹാഷികളിലൊക്കെ നോക്കിയാൽ വളരെ വിശാലമായിക്കൊണ്ട് ഇത് സംബന്ധമായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതില് ഒരു പരിധിയും പരിമിതിയൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഹദീസും അതിന്റെ ഒരു അർത്ഥവും ചെറിയൊരു വിശദീകരണവും എന്നുള്ള നിലക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ അശ്ശമാഇൽ മുഹമ്മദിയയിലെ 1-ാമത്തെ അധ്യായം മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കൂടുതൽ പഠിക്കാൻ, അറിയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ സൗന്ദര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയുമൊക്കെ കൃത്യമായിക്കൊണ്ട് ഹദീസുകളിലൂടെ വിവരിച്ചു തന്നിട്ട് അവസാനം മഹാനായിരിക്കുന്ന ഇമാം തുർമിദി റഹിമഹുല്ലാഹ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത് അവസാനത്തെ ബാബായിട്ട് മഹാനവർകൾ കൊണ്ടുവരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അതിലൂടെയാണ് അദ്ദേഹം ഏകദേശം ഇത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനും ഇതെല്ലാം മനസ്സിലാക്കി ആ പറഞ്ഞ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി സ്വപ്നത്തിൽ കാണാൻ അവിടുന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.